പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര ശൃംഖലയ്ക്ക് വലിയ തിരിച്ചടി. ഇന്ത്യൻ ലഹരി മരുന്ന് കടത്തിലൂടെ തന്നെ ഭീകര സംഘടനകൾക്ക് പണം എത്തിച്ചിരുന്ന പിടികിട്ടാപ്പുള്ളി ഇക്ബാൽ സിംഗ് എന്ന ഷെറ ആകട്ടെ ഇപ്പോൾ NIA പിടിയിലായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. വർഷങ്ങൾ നീണ്ട നയതന്ത്ര നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണിപ്പോൾ പോർച്ചുഗലിൽ നിന്ന് ഇയാളെ ഇന്ത്യയിലേക്ക് നാട് കടത്തിയിരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇന്ന് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ച ഷെറയെ ദേശീയ അന്വേഷണ ഏജൻസിയായ NIA ആകട്ടെ അവിടെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ പിന്തുണയോടുകൂടി തന്നെ പ്രവർത്തിച്ചിരുന്ന നർക്കോ ടെർ എന്ന ശൃംഖലയിലെ നിർണായക കണ്ണിയായാണ് ഇയാളെ അന്വേഷണ ഏജൻസികൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരർക്കായി തന്നെ പ്രവർത്തിച്ചു വരുന്ന ഷെറയാകട്ടെ ലഹരി മരുന്ന് കടത്തും ഭീകര ഫണ്ടിങ്ങും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് എന്നതാണ് ഇവിടെ കണ്ടെത്തലായി തന്നെ പറയുന്നത്. 2020 ഇയാൾ ഇന്ത്യയിൽ നിന്ന് മുങ്ങിയത്. തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയ അന്വേഷണങ്ങൾക്കും നിയമ നടപടികൾക്കും ശേഷമാണ് പോർച്ചുഗലിൽ നിന്ന് പിടികൂടി ഇന്ത്യയിലേക്ക് കൈമാറിയിരിക്കുന്നത്. ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് ഏറെ നിർണായകമായ നീക്കമാണ് ഈ അറസ്റ്റ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര സംഘടനകൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള ലഹരി മരുന്ന് വ്യാപനത്തിലൂടെ തന്നെ പണം എത്തിക്കുക, വൻ ശൃംഖലയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ പുറത്തു വരാനുണ്ട് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഷെറയെ ചോദ്യം ചെയ്യുന്നതിലൂടെ തന്നെ ഭീകര ഫണ്ടിംഗ്, അന്താരാഷ്ട്ര ലഹരിക്കടത്ത് ബന്ധങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ മാത്രമല്ല പാക് ഇന്റലിജൻസ് ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് സൂചന. നർക്കോ ടെററിസത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ഇത് വലിയ മുന്നേറ്റമാണ് സുരക്ഷാ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. അമൃത്സർ സ്വദേശിയായ ഷെറ പാകിസ്ഥാനിൽ നിന്നും പഞ്ചാബ് അതിർത്തി വഴി വൻതോതിൽ ഹെറോയിൻ കടത്തുന്ന സംഘത്തിന്റെ പ്രധാന സൂത്രധാരൻ കൂടെയാണ്. ലഹരി മരുന്ന് വിൽപ്പനയിലൂടെ തന്നെ ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപ ഹവാല ഇടപാടുകൾ വഴി കാശ്മീരിലെ ഹിസ്ബുൾ ഭീകരർക്കും പാകിസ്ഥാനിലെ അവരുടെ ഹാൻഡിൽമാർക്കും എത്തിച്ചു നൽകിയതായി തന്നെ ഇവിടെ കണ്ടെത്തുന്നതായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇയാൾ ചെയ്യുന്നത്. ഇതിനായി തന്നെ പഞ്ചാബ് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വലിയൊരു അധോലോക സംഘത്തെ ഇയാൾ വളർത്തിയെടുക്കുകയാണ്. ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് നിലവിലുള്ള ഷെറയെ പിടികൂടാൻ NIA ശക്തമായ സമ്മർദ്ദമാണ് പോർച്ചുഗീസ് സർക്കാരിന് മേൽ ചെലുത്തുന്നത്. ഹിസ്ബുൾ കമാൻഡറുമായിരുന്ന റിയാസ് നായിക്കുവിന്റെ അടുത്ത അനുയായി ഹിലാൽ അഹമ്മദ് ആകട്ടെ ഇവിടെ പിടിയിലായതോടുകൂടിയാണ് ഈ വലിയ തട്ടിപ്പിന്റെ ചുരുള് അഴിയുന്നത്. ഹിലാലിൽ നിന്ന് അന്ന് 29 ലക്ഷം രൂപയുടെ ലഹരി പണം പോലീസ് പിടിച്ചെടുത്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പഞ്ചാബിലെ വിവിധ ഇടങ്ങളിൽ നിന്നായി തന്നെ 32 ലക്ഷം രൂപ കൂടി അവിടെ കണ്ടെടുത്തു. ഈ ശൃംഖലയുടെ മുകളിൽ തന്നെ ആ ഒരു രീതിയിൽ കണ്ണും നട്ട് NIA ആകട്ടെ ചില കാര്യങ്ങൾ വ്യക്തമായി തന്നെ എടുക്കുന്നുണ്ട്. ഭാരതത്തിന്റെ സുരക്ഷയെയും യുവതലമുറയെയും അവിടെ തകർക്കാൻ ശ്രമിക്കുന്ന നർക്കോ ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത അവിടെ നടപടി തന്നെ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കുന്നു. ഷെറയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നതോടുകൂടി തന്നെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ ഭീകര ബന്ധങ്ങളും ലഹരിക്കടത്തു ശൃംഖലകളും അവിടെ വെളിച്ചത്ത് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രാജ്യദ്രോഹങ്ങൾക്ക് ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാൽ പോലും ഭാരതത്തിന്റെ നീതിപീഠത്തിന് മുന്നിൽ എത്താതെ പോകാൻ കഴിയില്ല എന്ന ശക്തമായ സന്ദേശം കൂടിയാണ് ഈ അറസ്റ്റ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കാനും സാധ്യതയുണ്ട് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കനത്ത സുരക്ഷയാണ് അവിടെ നൽകിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.